ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഒരു 3 ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ മീഡിയം പഴുപ്പുള്ള 4 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചുള്ള നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആവിയിൽ വേവിക്കാൻ കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഓട്ടോപാത്രത്തിലാണ് വേവിക്കുന്നത്. അങ്ങനെ നമ്മുടെ പഴം സ്റ്റീം ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലർ പഴം പുഴുങ്ങുമ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാറാണ് പതിവ്. നമുക്ക് ഇത് ആവിയിൽ വേവിക്കണം കേട്ടോ, വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കരുത്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് ശർക്കര ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും ചേർക്കാം, ഓപ്ഷണലാണ്, ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശർക്കര ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ റെഡി ആവും കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഷേപ്പാക്കി മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ. ഞാനിവിടെ ഉഴുന്നുവടയുടെ ഷേപ്പാണ് ആക്കുന്നത്. ഇത് ഷേപ്പാക്കുമ്പോൾ കൈ ഒന്ന് നനച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് എണ്ണ തടവിയിട്ടോ ഒന്നിങ്ങനെ കൈമ വെച്ച് പരത്തിയാൽ നല്ലതുപോലെ ആയി വരും കേട്ടോ. കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല. അങ്ങനെ ഞാൻ ആ മാവ് ഈ ഒരു ഷേപ്പാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മളത് മുഴുവനും ഉഴുന്നുവടയുടെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് കടായി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്തെടുത്ത വട ഇതിലേക്കിട്ട് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമാണ് കേട്ടോ വേണ്ടത്. എണ്ണ ചൂടാകാനായിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് മീഡിയം ഫ്ലെയിം ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ നിന്ന് മുരിയുമ്പോൾ നമ്മുടെ ശർക്കരക്കൊന്ന് മെൽട്ടായി വരും കേട്ടോ. അതാണ് ഈ കളറ്, അല്ലാതെ കരിഞ്ഞു പോയതല്ല കേട്ടോ. ശർക്കര മെൽട്ടായി വരികയാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ കളർ തന്നെ കാണാൻ. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ പഴം വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.